നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 2898 എടി ശ്രദ്ധേയമായ ശ്രദ്ധയും പ്രശംസയും നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ എന്നിവരടങ്ങുന്ന സംഘട്ടനത്തിന് ഇന്ത്യൻ സിനിമയിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ച് ദൃശ്യപരവും ആഖ്യാനപരവുമായ ഒരു മാസ്റ്റർപീസായി ഈ ചിത്രം പ്രഖ്യാപിക്കപ്പെട്ടു. ബാഹുബലി പരമ്പരയിലെയും സാഹോ ഇലെയും പ്രകടനങ്ങളിലൂടെ ഇതിനകം തന്നെ വൻ ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള പ്രഭാസ്, കൽക്കി 2898 എടി എന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വിസ്മയിപ്പിക്കുന്നത് തുടരുന്നു. ഒരു കഥാപാത്രത്തിൽ മുഴുകി ആഴവും സൂക്ഷ്മവും കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പ്രശംസനീയമാണ്. കൽക്കി 2898 എടി യിൽ ശാരീരികമായി ആവശ്യപ്പെടുന്നതും വൈകാരികമായി സങ്കീർണവുമായ ഒരു വേഷത്തിലേക്ക് പ്രഭാസ് ചുവടുവെക്കുന്നു. കൽക്കിയുടെ അദ്ദേഹത്തിന്റെ ചിത്രീകരണം ശക്തമാണ്. ഒരു ഭാവി യോദ്ധാവിന്റെ സത്തയെ ഒരു ലക്ഷ്യത്തോടെ പകർത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രകടനം ശക്തിയുടെയും ദുർബലതയുടെയും മിശ്രിതമാണ്. ഇക്കഥാപാത്രത്തെ ആപേക്ഷികവും ആകർഷകവുമാക്കുന്നു. തന്റെ ക്രാഫ്റ്റിനോടുള്ള പ്രഭാസിന്റെ അർപ്പണബോധം ഓരോ ഫ്രെയിമിലും പ്രകടമാണ്. കൂടാതെ സൂപ്പർ സ്റ്റാർ എന്ന പദവി വീണ്ടും ഉറപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ലഭിക്കുന്നത്. കൽക്കി 2898 എടി യിൽ ദീപിക പദുക്കോണിന്റെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. വൈദഗ്ധ്യത്തിനും സ്ക്രീൻ സാന്നിധ്യത്തിനും പേരുകേട്ട ദീപികയുടെ ഈ ചിത്രത്തിലെ കഥാപാത്രം ഒരു വെളിപ്പെടുത്തലാണ്. അവൾ കൃപയുടെയും തീവ്രതയുടെയും ഒരു മിശ്രിതം കൊണ്ടുവരുന്നു. സിനിമയുടെ ഭാവിയും പുരാണ തീമുകളും തികച്ചും പൂരകമാക്കുന്നു. പ്രഭാസമൊത്തുള്ള അവളുടെ രസതന്ത്രം ആഖ്യാനത്തിന് ഒരു വൈകാരിക തലം ചേർക്കുന്നു. അവരുടെ ഇടപെടലുകൾ കാണുന്നതിന് ആകർഷകമാക്കുന്നു. ശക്തവും സ്വതന്ത്രവുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ദീപികയുടെ കഴിവ് ഈ സിനിമയിൽ തിളങ്ങുന്നു. അവളുടെ കഴിവിന്റെയും അർപ്പണബോധത്തിന്റെയും തെളിവാണ് അവളുടെ പ്രകടനം. ദുർബലതയുടെയും ശക്തിയുടെയും നിമിഷങ്ങൾക്കിടയിൽ അവൾ അനായാസമായി മാറുന്നു. അവളുടെ കഥാപാത്രത്തെ കഥയുടെ ഒരു സുപ്രധാന ഭാഗമാക്കി മാറ്റുന്നു. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായ അമിതാഭ് ബച്ചൻ, കൽക്കി 2898 എടി യിലേക്ക് വലിയ ഗുരുത്വാകർഷണം ചേർക്കുന്നു. ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ചെറുതല്ല. ബച്ചന്റെ റോൾ കേന്ദ്ര ഫോക്കസ് അല്ലെങ്കിലും കഥാഗതിയിൽ നിർണായകമാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം അഭിനയത്തിലെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. സിനിമയുടെ ആഖ്യാനത്തെ സമ്പന്നമാക്കുന്ന ജ്ഞാനവും അനുഭവവും അദ്ദേഹം കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ കഴിവുള്ള ഒരു നടന് മാത്രം നേടാൻ കഴിയുന്ന തരത്തിലുള്ള ആഴത്തിലും അധികാരത്തിലും ആണ്. അമിതാഭ് ബച്ചൻ, കൽക്കി 2898 എടി എന്നതിലെ സംഭാവന എന്തുകൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ ആദരണീയനായ വ്യക്തിയായി തുടരുന്നത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നാഗ് അശ്വിന്റെ ദീർഘവീക്ഷണമുള്ള സംവിധാനത്തിനന്തി ചിത്രം തന്നെ ഒരു ദൃശ്യാനുഭവമാണ്. പുരാണത്തിലെ ഘടകങ്ങളുമായി സംയോജിപ്പിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ക്രമീകരണം സവിശേഷവും ആഴത്തിലുള്ളതുമായ ഒരു ലോകം സൃഷ്ടിക്കുന്നു. പ്രൊഡക്ഷൻ ഡിസൈൻ, സ്പെഷ്യൽ ഇഫക്ട്സ്, ഛായാഗ്രഹണം എന്നിവ ഏറ്റവും മികച്ചതാണ്. കൽക്കി എടി മറ്റൊരു സിനിമാറ്റിക് അനുഭവമാക്കി മാറ്റുന്നു. ഓരോ ഫ്രെയിമും ഈ സിനിമയുടെ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളും ക്രിയാത്മകമായ കാഴ്ചപ്പാടുകളും പ്രകടമാക്കിക്കൊണ്ട് സൂക്ഷ്മതയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സിനിമയുടെ ആഖ്യാനം ഒരേ സമയം ആകർഷകവും ചിന്തോദ്ദീപകവുമാണ്. നന്മയും തിന്മയും, നീതിക്കായുള്ള അന്വേഷണം, പ്രത്യാശയുടെ ശക്തി എന്നീ വിഷയങ്ങളിലേക്കാണ് ഇത് കടന്നുവരുന്നത്. പുരാണങ്ങളിൽ വേരൂന്നിയ കഥാസന്ദർഭത്തിന് സമകാലിക പ്രസക്തിയുണ്ട്. കഥാപാത്രങ്ങൾ നന്നായി വികസിപ്പിച്ചവയാണ്. അവരുടെ യാത്രകൾ നിർബന്ധിതമാണ്. കാഴ്ചക്കാരെ അവരുടെ വിധിയിൽ വൈകാരികമായി നിക്ഷേപിക്കുന്നു. കൽക്കി 2898 എടി ഒരു സിനിമ മാത്രമല്ല, അതൊരു സാംസ്കാരിക പ്രതിഭാസമാണ്. നാഗ് അശ്വിന്റെ സംവിധാനത്തിൽ പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ എന്നിവരുടെ സഹകരണം ഇന്ത്യൻ സിനിമയുടെ അതിരുകൾ ഭേദിക്കുന്ന ഒരു സിനിമാറ്റിക് മാസ്റ്റർപീസിന് കാരണമായി. കഥപറച്ചിലിന്റെ ശക്തി, സിനിമയുടെ മാന്ത്രികത, അതിലെ താരനിരയുടെ ശാശ്വതമായ ആകർഷണം എന്നിവയുടെ തെളിവാണ് ഈ ചിത്രം. ഇന്ത്യൻ സിനിമയുടെ ആരാധകരും നന്നായി രൂപകൽപ്പന ചെയ്തതും ദൃശ്യപരമായി അതിശയിപ്പിക്കുന്നതുമായ ഒരു സിനിമയെ അഭിനന്ദിക്കുന്ന ഏതൊരാളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണിത്.